വേനൽ ചൂട് കുതിച്ചുയരുമ്പോൾ പാലക്കാട് തണ്ണിമത്തൻ കൃഷി ചെയ്ത് 100 മേനി വിളവ് കൊയ്ത ഒരു കർഷകനെ പരിചയപ്പെടാം. വാടാനാംകുറിശി സ്വദേശി പ്രസീദാണ് തുടർച്ചയായ 3-ാം വർഷവും തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് കൊയ്യുന്നത്. പക്കീസ, മുക്കാസ തുടങ്ങി 5ഓളം വ്യത്യസ്ത തരം തണ്ണിമത്തനുകളാണ് വാടാനാംകുറിശി സ്വദേശി പ്രസീദിൻ്റെ തോട്ടത്തിൽ വിളഞ്ഞ് നിൽക്കുന്നത്. 38-കാരനായ പ്രസീദ് നിർമ്മാണ തൊഴിലാളിയായിരുന്നു. 3 വർഷം മുൻപ് നിർമ്മാണ തൊഴിൽ വേണ്ടെന്ന് വെച്ച് മുഴുവൻ സമയവും കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് അത് 100 മേനി വിളവിലേക്ക് എത്തി. വർഷമായിട്ട് ഞാൻ ആയിട്ടുള്ള കൃഷിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചൂട് കാലത്ത് തണ്ണിമത്തനാണ് കൂടുതലും ചെയ്യണത്. അതിൻ്റെ ഒപ്പം പച്ചക്കറി, പിന്നെ നെല്ല്. ഇതൊക്കെ നെല്ല് ചെയ്ത പാടാണ്. അപ്പോൾ ഈ നെല്ല് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ തണ്ണിമത്തൻ ചെയ്തു. ഇത് കഴിഞ്ഞാൽ ഇനി ഇതിൽ ഒരു വിളയും കൂടി പച്ചക്കറി കൃഷി ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും നെല്ല് ചെയ്യുക. ടൺ കണക്കിന് തണ്ണിമത്തൻ പ്രസീദിൻ്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുക്കുന്നുണ്ട്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടായിരുന്നു 3 ആൾ. അവരിപ്പോൾ ഒന്ന് ഓഫീസർമാരാണ്. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികളുണ്ടെങ്കിലും കൃഷി ലാഭകരമാണെന്നാണ് ഈ യുവ കർഷകൻ പറയുന്നത്. വേനലും നോമ്പുകാലവുമെല്ലാം ഒരുമിച്ച് വന്നതും തണ്ണിമത്തന് നല്ല വിപണി ലഭിക്കുന്നുണ്ട്. ജനം, പാലക്കാട്.